Hi friends, welcome to my channel. ഇന്നത്തെ നമ്മളെ റെസിപ്പി കടലമാവ് വെച്ചിട്ട് ചെയ്യുന്ന ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമല്ല ഇതൊരു ഈവനിങ് സ്നാക്ക് ആയിട്ടും നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു മിക്സി ജാറിൽ 2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്ത ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇപ്പം ഞാനിത് അടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു മിക്സിംഗ് ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ലെമൺ ജ്യൂസിൻ്റെ മിക്സ്ചർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. ആദ്യം തന്നെ ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചെടുത്തിട്ടാണ് ഞാനിത് മിക്സ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം. ഒരു 3 മിനിറ്റ് വരെ നമുക്ക് ഈ ബാറ്റർ ശരിക്കൊന്ന് വിസ്ക് ചെയ്തെടുക്കണം. എന്നാലേ നമ്മളെ ബാറ്റർ നന്നായി കിട്ടുള്ളൂ. ഇനി നമുക്കൊരു 10 മിനിറ്റ് നേരത്തേക്ക് ഇത് അടച്ചു വെക്കാം. 10 മിനിറ്റിന് ശേഷം നമുക്ക് വീണ്ടും ഈ ബാറ്റർ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലത്തെ ഒരു സ്മൂത്ത് ബാറ്ററാണ് നമുക്ക് റെഡിയാക്കേണ്ടത്. നമുക്ക് ഈ ബാറ്റർ ദോശമാവിനേക്കാളും കുറച്ച് കൂടുതൽ കട്ടിയുള്ള കൺസിസ്റ്റൻസിയാണ് വേണ്ടിയത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പം ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ 3 സ്റ്റീലിൻ്റെ ബോൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളം ചൂടാക്കിയിട്ടുണ്ട്. വെള്ളം ചൂടായി വരുമ്പോൾ ഈ ബോൾസൊക്കെ അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഒരു 15 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. ഇപ്പോൾ ഈ നമ്മൾ അപ്പമൊക്കെ ശരിക്കും വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ടൂത്ത് പിക്കോ സ്ക്യൂറോ വെച്ചിട്ട് ഇതൊന്ന് ചെക്ക് ചെയ്യാം. നമുക്കിത് പുറത്തെടുത്ത് വെച്ചിട്ട് തണയാൻ വെക്കാം. തണുത്തതിൻ്റെ ശേഷം നമുക്കിത് ഒരു സ്പൂണോ കത്തിയോ വെച്ചിട്ട് ഇതൊന്ന് അടത്തിയെടുക്കാം. അപ്പോൾ കടലമാവ് വെച്ചിട്ടുണ്ടാക്കിയ സോഫ്റ്റ് അപ്പം റെഡി ആയിട്ടുണ്ട്. ഈ ഒരു അപ്പം നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്ക് ആയിട്ടും തയ്യാറാക്കാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സും സജഷൻസും ഒക്കെ കമൻറ്റ് ബോക്സിൽ കൂടി അറിയിക്കുക. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ മറക്കരുത്.